എന്തോ ഒരു അത്ഭുതമാണല്ലേ, നമുക്ക് ഇങ്ങനെ എത്ര കാലമായി നമ്മൾ ഇങ്ങനെ പേടിക്കാതെ ഇരുന്നിട്ട് എന്ന് പറയാം. അപ്പോഴേക്കും അതാ വരുന്നു ബനൂ ബക്കർ ഗോത്രത്തിന്റെ ഹോഴ്സ്മെൻ, കുതിരപ്പുറത്ത് ആളുകൾ വരുന്നു, മുഴുവൻ ആളുകളെയും വെട്ടി നിരപ്പാക്കി കളഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികത്തേക്ക് ആ സംഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ മദീന വരെ ഓടി. മുട്ടുനിരന്ന് കാഞ്ഞങ്ങാട്ടേക്കുള്ള ദൂരല്ല, മദീനത്തേക്ക് 450 കിലോമീറ്ററാണ് ആ മനുഷ്യൻ ഓടി. അവിടെ തളർന്ന് വീണു. പുണ്യ നബി തങ്ങളുടെ മുമ്പിൽ വന്നങ്ങ് വീഴാ ചെയ്തത്. യാ റസൂലല്ലാഹ്, നബിയേ, ബനൂ ബക്കറുകാർ ഞങ്ങളെ കൂട്ടക്കൊല ചെയ്തിരിക്കുന്നു. തങ്ങൾക്ക് വിവരം വന്നു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് തിരിച്ചു ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്യാൻ സമ്മതിച്ചു? ഖുറൈശികളെ, ബനൂ ബക്കർ ഗോത്രക്കാർ നിങ്ങളുടെ കൂടെയുള്ള ആളുകളല്ലേ, അവരെ നിലക്ക് നിർത്തേണ്ടത് നിങ്ങളുടെ ബാധ്യതയല്ലേ. അതുകൊണ്ട് ഈ കൊല്ലപ്പെട്ട ആളുകൾക്കുള്ള ബ്ലഡ് മണി നിങ്ങൾ കൊടുക്കണം. അതായത് കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്ക് ഓരോ ജീവനും പകരം ഒരു നിശ്ചിത തുക, അന്ന് ചിലപ്പോ 50 ഒട്ടകം, 20 ഒട്ടകം, 100 ഒട്ടകം വരെ കൊടുക്കാറുണ്ട്. ഓരോരുത്തരുടെയും ഖബീലക്കനുസരിച്ചാണ് കൊടുക്കുക. അപ്പോ ആ ഒരു ബ്ലഡ് മണി കൊല്ലപ്പെട്ട നിരപരാധികളായ ആളുകളുടെ ബന്ധുക്കൾക്ക്, ഖുറൈശികളെ, നിങ്ങളാണ് നേതാക്കന്മാർ, നിങ്ങളുടെ കീഴെയുള്ള ആളുകളാണ് ഇവരെ, അവരെ അക്രമം ചെയ്തതിന് നിങ്ങൾ അവരിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കണം. ഓപ്ഷൻ നമ്പർ 1. അവര് പറഞ്ഞു, ഞങ്ങളത് ചെയ്യില്ല. ഭയങ്കരമായ പോക്കിരി വർത്തമാനം പറഞ്ഞു എന്നൊക്കെ പറയില്ലേ, ഖുറൈശികൾ അങ്ങനെയാണെന്ന് സംസാരിച്ചത്. അപ്പൊ തങ്ങൾ പറഞ്ഞു, എങ്കിൽ പിന്നെ അവർക്കുള്ള സപ്പോർട്ട് നിങ്ങൾ പിൻവലിച്ചു എന്ന് പറയണം. ഇനി ബനൂ ബക്കർ ഗോത്രവും ഞങ്ങളും തമ്മിൽ ബന്ധമില്ല എന്ന് പറയണം. അതും ഞങ്ങളെ കൊണ്ട് കഴിയില്ല. രണ്ടാമത്തെ ഓപ്ഷനും ഖുറൈശികൾ തള്ളിക്കളഞ്ഞു. മൂന്നാമത്തെ ഓപ്ഷനാണ്, എന്നാ പിന്നെ നമ്മൾ തമ്മിൽ ഒരു കരാറും ഉടമ്പടിയൊക്കെ ഉണ്ടെന്ന് പറയല്ലേ, അതങ്ങ് നൾ ആൻഡ് വോയിഡ്, നമ്മൾ തമ്മിൽ ഇനി ഉടമ്പടി ഇല്ല എന്നങ്ങ് പ്രഖ്യാപിക്കാം, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു നാവിൽ നിന്ന് എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്നൊരു വാക്കങ്ങ് വീണത് പരമാർത്ഥം അവർക്ക് തോന്നിയത് അബദ്ധമായിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ പോലെ പ്രഖ്യാപിച്ചു, ഇനി മുതൽ നമ്മൾ തമ്മിൽ കരാർ ഉടമ്പടിയില്ല. അതിന് മറുപടിയാണ് മക്ക വിജയം. ഈ ധിക്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10,000-ഓളം വരുന്ന സ്വഹാബികളുമായി മക്കയിലേക്ക് വന്ന യാത്രയാണ് മക്ക വിജയമായി കലാശിച്ചത്. അതൊരു അനീതിയെ തടുക്കാനും നിരപരാധികളായ ആളുകൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാനും ഹബീബ് ചെയ്ത യാത്രയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യാത്ര നബി തങ്ങൾ മദീനയിൽ നിന്ന് പുറപ്പെടുന്ന സമയം ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ സ്വഹാബിയാണ്, ബദരിയായ സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ മക്കയിലുണ്ട്, ഉമ്മയുണ്ട്, പെങ്ങളുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. അവരുടെ പരിസരത്തൊക്കെ മുശ്രിക്കുകളാണ്, ഇസ്ലാമിനോട് വിരോധമുള്ള ആളുകളാണ്. എങ്ങാനും മക്കയിൽ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ തന്റെ കുടുംബത്തിന് ഒന്നും സംഭവിക്കരുത് എന്ന് വിചാരിച്ച് ഖുറൈശികളുടെ സിമ്പതി കിട്ടാൻ വേണ്ടി ഒരു കത്ത് എഴുതി കൊടുത്തതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് പുറപ്പെടാറായിട്ടുണ്ട്, അവര് മക്കയിലേക്ക് വരും, എന്റെ മക്കളെ നിങ്ങൾ സംരക്ഷിക്കണമേ, ഒരു യുദ്ധമുണ്ടായാൽ ഇത് ഹാത്തിബിന്റെ കുടുംബമാണ്, ഇവരെ തുടരുത് എന്ന് നിങ്ങൾ തീരുമാനിക്കണം, അതിന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ചെറിയ കൈക്കൂലിയാണ്, കൈക്കൂലി എന്ന് പറഞ്ഞൂടാ, ചെറിയൊരു ഉപഹാരമാണ് ഈ കത്ത് എന്ന് പറഞ്ഞ് ഹാത്തിബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരു അബദ്ധം മഹാന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചു. അല്ലാഹുവിന്റെ ഹബീബിന്റെ വിഷയം വഹീമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവതരിക്കുകയാണ്. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, നബിയേ, സാറ എന്ന് പറയുന്ന പെണ്ണ് മരുഭൂമിയിലൂടെ പോകുന്നുണ്ട്. ആ പെണ്ണിന്റെ കൂടെ ഒരു കത്തുണ്ട്. ആ കത്ത് മക്കയിലേക്ക് എത്തിയാൽ അങ്ങയുടെ യാത്രയെക്കുറിച്ചുള്ള സർവ്വ വിവരണങ്ങളും അവർക്ക് ലഭിക്കും. അതുകൊണ്ട് നബിയെ, ആ കത്ത് നിങ്ങൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കുന്നു, കൂടെ ഒരു സ്വഹാബിയെയും. ഫദ്ൽ ഇബ്നു അബ്ബാസ് തങ്ങളാണോ എന്നറിയില്ല, അബ്ബാസ് എന്നവരാണ്, ഇബ്നു അബ്ബാസ് എന്നവരാണോ, 2 സ്വഹാബിമാരാ പോയത്. അലി റളിയല്ലാഹു അൻഹു ആണ് അതിലെ നേതാവ്. അവർ രണ്ടുപേരും മരുഭൂമിയിലെത്തി. നബി തങ്ങൾ ഒരു താഴ്വരയുടെ പേര് പറഞ്ഞു കൊടുത്തു. ആ താഴ്വരയിലെ മുൾച്ചെടികളുടെ അടുത്തുകൂടെ അവൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം മക്ക മദീനയുടെ പകുതി ദൂരം അവൾ ഓടിയെത്തിയിട്ടുണ്ട്. അവളുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങിക്കണം. ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവളെ കണ്ടു, തങ്ങൾ പറഞ്ഞ പോലെ അവളെ കണ്ടു. സാറ, നിന്റെ കയ്യിലുള്ള കത്തും കെട്ടെടുക്കുക എന്ന് പറയുന്നു. അവൾ പറയുന്നു, നിന്റെ കയ്യിൽ കത്തില്ല, നിന്റെ കയ്യിൽ കത്തുണ്ട് എന്ന് ആകാശ ലോകത്ത് നിന്ന് വഹി വരുന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹാത്തിൽ കിതാബ്, ആ കത്തും കെട്ടെടുക്കുക എന്ന് പറഞ്ഞു. അവൾ നിഷേധിച്ചു, എന്റെ കയ്യിൽ കത്തില്ല. അപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സാറ, നിന്റെ വസ്ത്രം ഒന്നൊന്നായി അഴിച്ചു മാറ്റിയെങ്കിലേ അത് ലഭിക്കൂയെങ്കിൽ ഞങ്ങൾ ആ കത്ത് കിട്ടിയിട്ട് ഇവിടുന്ന് പോകുള്ളൂ. കാരണം സത്യസന്ധരായ പുണ്യ നബിയാണ് ഞങ്ങളോട് പറഞ്ഞത്, നിന്റെ കയ്യിൽ ഒരു കത്തുണ്ട് എന്ന്. അപ്പൊ അവളുടെ മുടിക്കെട്ടിനുള്ളിൽ നിന്ന്, വഫീറത്തിന്റെ ഉള്ളിൽ നിന്ന് അവൾ അത് എടുത്തു കൊടുത്തു. പേടിപ്പിച്ചു, അവൾ പേടിച്ചു പോയി.
ആ കത്തുമായി അലി റളിയല്ലാഹു അൻഹു പുണ്യ നബിയുടെ അരികത്തേക്ക് വരാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കടത്ത് തുറന്നു നോക്കുമ്പോൾ മിൻ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ, ഹാത്തിബ് റളിയല്ലാഹു അൻഹു ഇലാ ഉലമാഇ ഖുറൈശ്, ഖുറൈശിലെ നേതാക്കന്മാരോട് ബോധിപ്പിക്കുന്ന കത്ത് എന്നാണ് അതിന്റെ തുടക്കം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാത്തിബ് എന്നവരെ വിളിച്ചു, യാ ഹാത്തിബ് മാ ഹമലക അലാ അൻ തഫഅല ഹാദാ, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണ് നബിയെ? അപ്പോഴേക്കും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദഅനി അദ്രിബു ഉനുഖ ഹാദൽ മുനാഫിഖ്, ഈ കപട വിശ്വാസിയുടെ കഴുത്ത് ഞാൻ വെട്ടട്ടെയോ നബിയെ, നിങ്ങൾ എനിക്ക് സമ്മതം തരണം. അപ്പോഴാണ് നബി ഞങ്ങൾ പറഞ്ഞത്, ഉമറേ, ബദരിയായ ഒരു സഹാബിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞു പോകരുത്. ലഅല്ലല്ലാഹു തആല അലാ അഹ്ലി ബദരിൻ ഫഖാൽ യഅമലു മാ ശിഅ്തും ഫഇന്നി ഗഫർതു ലക്കും. അല്ലാഹു ബദരീങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ബദരീങ്ങളെ, നിങ്ങൾ എനിക്ക് വേണ്ടി ബദറിൽ ഇറങ്ങിയവരല്ലേ, ഇനി നിങ്ങൾ എന്തു ചെയ്താലും ഫഇന്നി ഗഫർതു ലക്കും, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു എന്ന്. അങ്ങനെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഹാത്തിബ് എന്നവരോട് ചോദിക്കുകയാണ്, ഹാത്തിബേ, ഇതൊരു വലിയ വീഴ്ചയാണ്, ഒരു സൈന്യത്തിന്റെ മൂവ്മെന്റ് ശത്രുക്കൾക്ക് അറിയിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സുരക്ഷാ വീഴ്ചയാണത്. അങ്ങനെ ഒരു വീഴ്ചയ്ക്ക് പട്ടാളത്തിൽ നടന്നാൽ നേരെ ജീവൻ പോകുന്ന ശിക്ഷയായിരിക്കും ലഭിക്കുക. ഹാത്തിബ് എന്നവർ ഇത് ചെയ്തു. പുണ്യ നബി തങ്ങൾ എന്താ പറഞ്ഞത്? ഉമറേ, അങ്ങനെ പറയരുത്, ബദരിയായ സ്വഹാബിയാണ്, ആ മനുഷ്യൻ ചെയ്ത നന്മയാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർക്കുന്നത്. ആ മനുഷ്യന്റെ നന്മയാണ് നബി തങ്ങളോട് പറഞ്ഞത്. ഇത് ബദരിയായ സ്വഹാബിയാണ്, അതുകൊണ്ട് തൊട്ടുപോകരുത്. അല്ലാഹു അവർക്ക് പുറത്തു കൊടുത്തു. ഉമറേ, അവരെന്ത് ചെയ്താലും അല്ലാഹു അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ഹാത്തിബ് എന്നവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് മാ കഫർതു മുൻദു അസ്ലംതു യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഒരിക്കലും ഇസ്ലാമിൽ നിന്ന് ഞാൻ പുറത്തു പോയിട്ടില്ല നബിയെ, അങ്ങ് എനിക്ക് മാപ്പ് തരണം എന്ന് മഹാനായ ഹാത്തിബ് എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ശിക്ഷ പോലും കൊടുക്കാതെ, ബദരിയാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണത്. ബദരീങ്ങളായ മഹാന്മാർക്ക് അല്ലാഹു നൽകിയ ശ്രേഷ്ഠത കൂടിയാണത്. ബദരീങ്ങളുടെ മഹത്വം മനസ്സിലാക്കുമ്പോൾ, മജ്ലിസ് നൂറൊക്കെ ഓതുമ്പോൾ ബദരീങ്ങളുടെ അസ്മാഉകളാണ് നമ്മൾ ഓതുന്നത്. ആരാണ് അവർ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരൊറ്റ ഹദീസ് മതി. ലഅല്ലല്ലാഹു തആല അലാ അഹ്ലി ബദരിൻ ഫഖാൽ യഅമലു മാ ശിഅ്തും ഫഇന്നി ഗഫർതു ലക്കും. മഹാനായ നബി തങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിനെ മാംസത്തിൽ വിഷം കൊടുത്ത ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിന്റെ പേര് സൈനബ് എന്നാണ്. മുറഹിബ് അൽ ഖൈബരി അൽ യഹൂദി, ജൂതനായ ഖൈബർകാരനായ മുറഹിബിന്റെ പെങ്ങളാണ് മറിയം. ആ മറിയം അല്ലാഹുവിന്റെ റസൂലിന്റെ ഭക്ഷണം വിളമ്പി ഖൈബറിൽ തങ്ങൾ ചെന്നപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കൊടുത്തപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമുണ്ട്, അതിന്റെ ആടിന്റെ കൈഭാഗം. അത് നബിക്ക് ഇഷ്ടമാണ്, ദിറാ. ആ ദിറായിൽ എല്ലായിടത്തും വിഷമുണ്ട്, പക്ഷേ ആ കൈയിനുള്ളിൽ ഒരുപാട് വിഷം കുത്തിവെച്ചു, ഒരുപാട് വിഷം അതിനുള്ളിലേക്ക് വെച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിക്കുമ്പോൾ ആ ആടിന്റെ കൈ നബി തങ്ങളോട് സംസാരിച്ചു എന്ന ഹദീസിൽ, നബിയേ, എന്നെ തിന്നരുത്, അന മസ്മൂം, എന്നിൽ വിഷമുണ്ട്, എന്നിൽ വിഷമുണ്ട്. തങ്ങൾ എഴുന്നേറ്റു. തങ്ങൾ ചോദിച്ചു, സൈനബ്, ഇത് നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണമല്ലേ? മാ ഹമലകി അലാ ദാലിക്, മറിയമേ, നിങ്ങൾ എനിക്ക് വിഷം നൽകാൻ എന്താണ് നിങ്ങളെ പ്രേരിപ്പിച്ചത്? മാ ഹമലകി അലാ ദാലിക്, നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്തു മറിയമേ എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂലിനോട് പെണ്ണ് പറഞ്ഞത്, നബിയേ, ഞാനത് ചെയ്തു, ശരിയാണ്. ഇല്ലം ഇൻ തകുൻ നബിയൻ ഫലൻ യദുറക്, നിങ്ങൾ ഒരു നബിയാണെങ്കിൽ ഈ വിഷം തിന്നാലൊന്നും നിങ്ങൾക്കൊന്നും സംഭവിക്കൂല എന്ന് എനിക്കറിയാം. ജൂത പെണ്ണാണ് ചെയ്തത്. നിങ്ങളൊരു നബി അല്ലെങ്കിൽ ഇസ്തറഹ്നാ മിൻക, നബി അല്ലെങ്കിൽ പിന്നെ ഈ വിഷം തിന്നുന്നതോടുകൂടെ മരിച്ചു പോകുമല്ലോ, എന്ന പിന്നെ ഞങ്ങൾക്ക് സമാധാനമാവുമല്ലോ, അങ്ങനെ ഞാൻ ചെയ്തതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ധൈര്യപൂർവ്വം സൈനബ് എന്ന് പറയുന്ന ജൂതപ്പെണ്ണ്, ജൂതന്മാരൊന്ന് സൈനബ് എന്ന് പേരിട്ടിരുന്നു എന്നാണ്. ക്രിസ്ത്യാനികളൊക്കെ ഫാത്തിമ എന്ന് പേരിടുന്നുണ്ടല്ലോ, ഫാത്തിമ മാത കാണുന്നില്ലേ? സൈനബ് എന്ന് പേരിട്ടിരുന്നു. ആ സൈനബ് ഉഖ്ത് മുറഹിബ് അൽ യഹൂദി, ജൂതനായ മുറഹിബിന്റെ പെങ്ങളായിരുന്ന സൈനബ്. ആ സൈനബ് പറഞ്ഞു, ഞാൻ ഈ വിഷം തന്നത് അങ്ങയോടുള്ള ദേഷ്യം കൊണ്ട് തന്നെയാണ്. നബിയാണെങ്കിൽ ഈ വിഷം കൊണ്ടൊന്നും ഏൽക്കൂല, നബി അല്ലെങ്കിൽ ഈ വിഷയേറ്റാൻ അങ്ങ് മരിച്ചു പോകുമല്ലോ, പിന്നെ ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അല്ലാഹുവിന്റെ ഹബീബ് അവരെ വെറുതെ വിടുകയും അവർക്ക് മാപ്പ് ചെയ്യുകയും ചെയ്തു എന്ന് പരിശുദ്ധമായ ഹദീസിൽ കാണാൻ കഴിയും. എത്ര വലിയ നന്മയാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإنك لعلى خلق عظيم.
നബിയെ നിങ്ങൾ ഏറ്റവും ഉദാത്തമായ സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയെ. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. എത്രത്തോളം അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വളരെ വേദനിപ്പിച്ച ഒരാളായിരുന്നു അന്നത്തെ കപടവിശ്വാസികളുടെ നേതാവ് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പേര് കേൾക്കുമ്പോൾ നല്ല പേര് അബ്ദുല്ലാഹ് ആണ്, പക്ഷെ ആള് മുനാഫിഖാൻ. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ. നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടിലാണ് അവരെന്ന് ശുദ്ധമായ ഖുർആൻ. ആ മനുഷ്യൻ മരിക്കുമ്പോ മകനായ സ്വഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുല്ലയെ പറഞ്ഞയച്ചു. ഈ അബ്ദുല്ലയുടെ മകൻ അബ്ദുല്ല ഉണ്ട്, അദ്ദേഹം സ്വഹാബിയാണ്. എന്തിനാ പറഞ്ഞെന്നറിയോ? നബിയോടൊന്ന് പറയണം, നബിയുടെ ഒരു ഖമീസ് എനിക്ക് കിട്ടണം, ഞാൻ മരിക്കല്ലേ, ആ ഖമീസിൽ എന്നെ കഫൻ ചെയ്യണം, ആ ഖമീസിലായിട്ട് എന്നെ ഖബറിലേക്ക് വെക്കണം. ലഅല്ലല്ലാഹ യർഹമുനി, അള്ളാഹു എന്നോട് കരുണ കാണിച്ചെങ്കിലോ, ഈ ദുൽമൊക്കെ ചെയ്തതിന് ശേഷം അള്ളാഹിന്റെ കരുണ കിട്ടിയെങ്കിലോ എന്ന് അയാൾ വിചാരിക്കുകയാണ്. നബിന്റെ കുപ്പായിട്ടാ കിട്ടുമെന്ന് അയാൾക്കറിയാം. പുണ്യ നബി തങ്ങളുടെ ദേഹം തൊട്ട് ഒരു വസ്ത്രം കിട്ടുന്നത് അത് ബറക്കത്താണെന്ന് അയാൾക്കറിയാം. അയാൾക്ക് അവിടെ വിശ്വാസിയാണ്. പക്ഷെ പ്രത്യക്ഷത്തിൽ മുസ്ലിമായിട്ടാ കൂട്ടുക. കാരണം അവര് നിസ്കാരത്തിന് വരും, ജമാഅത്തിന് വരും, യുദ്ധങ്ങളിൽ കൂടെ ഉണ്ടാകും, ജയിക്കുന്നു തോന്നി അവിടെ നിൽക്കും, തോൽക്കുന്നു തോന്നിയാൽ അവർ തടി തപ്പും ചെയ്യും. അങ്ങനെയായിരുന്നു ഇവിടെ പരിപാടി. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇത് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബിനെ തരില്ല എന്ന് പറയാം. എന്തെന്നറിയോ? സ്വന്തം ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്ത അപരാധം പറഞ്ഞു വരച്ചിയ ആളായിരുന്നു ഇയാളാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖദ്ഫ് വിഷയത്തിന്റെ വല്ലദീ തവല്ല കിബ്റഹു മിൻഹും ലഹു അദാബുൻ അദീം, ഭയാനകമായ ശിക്ഷ അല്ലെങ്കിൽ അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അനുഭവിക്കും എന്ന് അല്ലാഹു പറഞ്ഞത് ഈ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യിനെ സംബന്ധിച്ചാണ്. ആയത്തുകളുടെ മുഫസ്സിരീങ്ങൾ കൊടുത്ത അർത്ഥം അതാണ്. വല്ലദീ തവല്ല കിബ്റഹു മിൻഹും, അഹങ്കാരിയായി ഞാൻ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞു പരത്തിയത് എന്ന് അഭിമാനത്തോടെ പറഞ്ഞ ആള്. ഒരു തിന്മ ചെയ്യാന്ന് മാത്രമല്ല, ആ തിന്മയെ ചിലർ ഏറ്റെടുക്കും, ഞങ്ങളാ ചെയ്തത് പറയില്ല. കാണാറില്ലേ ചില സ്ഥലത്ത് ബ്ലാസ്റ്റുകൾ ഉണ്ടാവും. ആ ബ്ലാസ്റ്റ് ഒക്കെ ചില സംഘടനകൾ ഏറ്റെടുക്കും, ചിലരുടെ തലയിൽ കെട്ടിവെച്ചു കൊടുക്കും, ചില ആളുകൾ അത് ഏറ്റെടുക്കും. ഇത് എത്ര വലിയ തിന്മയുടെ മേൽ തിന്മയാണ്, ചെയ്യുന്നതോ തിന്മ, ആ തിന്മ ഏറ്റെടുത്ത അഭിമാനം ഞങ്ങളാ ചെയ്തതെന്ന് പറയും ചെയ്യാം. അത് ഏറ്റവും വലിയ അനീതിയും ഏറ്റവും വലിയ തിന്മയുമാണ്. ഇത് പറഞ്ഞറിയത്തരേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച ഒരേ ഒരു സംഭവം ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചുള്ള ഖദ്ഫാണ്. ബീവിയെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തെന്ന് പറഞ്ഞു വരത്തിയ സംഭവമാണ്. ആ വിഷയത്തിൽ പോലും നബി തങ്ങൾ മാപ്പ് കൊടുത്തു. ആർക്ക്? നബി തങ്ങളോട് ദുൽമ ചെയ്ത അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ്. തങ്ങൾ കുപ്പായിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, അയാൾ മരിച്ചപ്പോ അയാളെ കുളിപ്പിച്ചു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾക്ക് വേണ്ടി ഖബർ കുഴിച്ചു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിലേക്ക് വെക്കുന്നതിന് മുമ്പ് ജനാസ നിസ്കരിക്കാൻ വേണ്ടി തങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ നസലൽ അമീനു ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ടാണ് പറയുന്നത്, ലാ തഖും അലാ അഹദിൻ മിൻഹും മാത അബദാ. നബിയേ, ഇക്കൂട്ടരിൽ നിന്ന് മരിച്ചു പോകുന്ന ആരുടെ മയ്യത്തിനും അങ്ങ് ജനാസ നിസ്കരിക്കരുത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, അവർക്ക് പാപമോചനം അല്ലാഹുവിനോട് ചോദിക്കരുത്. നബിയേ, നിങ്ങൾ 70 തവണ, 70 എന്ന അക്കത്തിൽ അത് മുൻഹസ്റല്ലാന, എത്രയായിരം തവണ മാപ്പ് ചോദിച്ചാലും അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കില്ല നബിയെ എന്ന് വിശുദ്ധമായ ഖുർആൻ ആയത്തിറങ്ങുന്നു. അപ്പോഴാണ് നബി തങ്ങൾ മോനോട് പറയുന്നത്, മോനെ അബ്ദുല്ലാഹ്, 70 തവണ നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം ചോദിച്ചാലും അള്ളാഹ് പൊറുക്കില്ല. അപ്പൊ അതിനർത്ഥം 70 എന്നല്ലാതെ 7000 വട്ടം ചോദിച്ചാലും പൊറുക്കില്ല എന്ന് തന്നെയാ. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, മോനെ, ഞാൻ 71 തവണ 70 ചോദിച്ചാൽ പൊറുക്കൂല, 71, 80, 100 ചോദിച്ചാൽ അള്ളാഹ് പൊറുക്കുമെങ്കിൽ എന്റെ ബാപ്പാക്ക് വേണ്ടി ഞാനത് ചെയ്യാൻ റെഡിയായിരുന്നു. പക്ഷെ അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചെയ്യൂല. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേദന ഉണ്ടാക്കിയ ഒരാൾക്ക് ആർക്കാണ് മാപ്പ് ചെയ്യാൻ കഴിയുക? അതുകൊണ്ടാണ് നബിയെ, അങ്ങ് ഏറ്റവും ഉന്നതമായ സ്വഭാവ ഗുണത്തിന്റെ ഉടമയാണ് നബിയെ. ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവ ഗുണമാണ് ഹബീബിന്റേത്. അതുകൊണ്ട് ഒരാളോട് ദുൽമ ചെയ്താൽ 2 അവസ്ഥയാണ് വരിക. ഒന്നുകിൽ തുല്യമായ പ്രതികാരം ചോദിക്കാം, അത് ജായിസാണ്. ഒരാളുടെ സമ്പത്ത് ഒരാൾ അപഹരിച്ചു, എനിക്ക് ആ സമ്പത്ത് വേണം, തിരിച്ചു വേണം, ചോദിക്കാം, അവകാശമുണ്ട്. ഒരാൾ അടിച്ചു, ഒരാൾ എന്തെങ്കിലും ദേഹോപദ്രവം ചെയ്തു, അതിന് തിരിച്ച് അതുപോലെ ചെയ്യാൻ അവകാശമുണ്ട് കോടതി മുഖാന്തരം. ജനങ്ങൾ പരസ്പരം ചെയ്യാൻ പാടില്ല. ജനങ്ങൾ പരസ്പരം നിയമം കയ്യിലെടുക്കാൻ പാടുള്ളതല്ല. നിയമം നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം നിയമപാലകർക്കാണ്, കോടതിക്കാണ്.
എന്നല്ലാതെ മനുഷ്യന്മാർ ചെയ്യാൻ പാടില്ല. ആരെങ്കിലും തന്റെ കുടുംബത്തിലെ ഒരാളെ വധിച്ചു എന്ന് വിചാരിക്കുക, കൊലപാതകം ചെയ്താൽ പോലും അതിന് പ്രതികാരം എടുക്കേണ്ടത് വീട്ടുകാരല്ല, ആരാണ്? ജഡ്ജിയാണ്. ജനങ്ങൾക്ക് അതെടുക്കാൻ അധികാരമില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ കൊന്നു എന്ന് വിചാരിക്കുക, ആ കൊന്ന മനുഷ്യനെ നിങ്ങൾ ഒരു ഗോത്രത്തിലെ 10,000 ആളുകൾ കൂടി തല്ലിക്കൊന്നാൽ ഈ 5,000 ആളുകളെയും അതിന്റെ പേരിൽ തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു. എന്തേ? നിയമം ജനങ്ങൾ കയ്യിലെടുക്കാൻ പാടില്ല. ആവേശമൊക്കെ ഉണ്ടാവും, ശരിയാണ്, പക്ഷെ നിയമം കയ്യിലെടുത്താൽ നാട്ടിൽ അനാർക്കിയാവും. നാട്ടിൽ നിയമം അള്ളാഹുവിന്റെ ഒരു തണലാണ്. ആ നിയമം എടുത്തുപോയാൽ നിയമത്തിന്റെ മൂല്യവും ഭീതിയും നിയമത്തിന്റെ സാന്നിധ്യവും ഇല്ലാതെയായാൽ ഇവിടെ നീതി ലഭിക്കാതെ പോകും. നിരപരാധികളായ ആളുകൾ അതിക്രമങ്ങൾക്ക് വിധേയരാകും. അതുകൊണ്ടാണ് ഖിസ്വാസ് നടപടി പോലും ജനങ്ങൾക്കല്ല, അതാർക്കാണ്? അത് കോടതി കേസ് ചെയ്യാൻ പാടുള്ളൂ. പാപ്പ എന്ന് പറഞ്ഞ എന്റെ മോനെ ഓനല്ലേ കൊന്നത്, ഓനെ ഞാൻ കൊല്ലും, ചെയ്യാൻ പാടില്ല. അത് ചെയ്യേണ്ടത് കോടതിയാണ്. ഇവിടുന്ന് ലഭിക്കൂലേ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് മാറ്റിവെക്കുക എന്നല്ലാതെ നമുക്കത് കൈകാര്യം ചെയ്യാൻ പാടുള്ളതല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 അവകാശമുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ന്യായമായ പ്രതികാരം ചെയ്യാം. മറ്റൊന്ന്, മാപ്പ് ചെയ്തു കൊടുക്കുക. മാപ്പ് ചെയ്യാം. ചില ആളുകൾ പറയും എനിക്ക് മാപ്പ് ചെയ്യാൻ കഴിയില്ല, മാപ്പ് കൊടുക്കാൻ കഴിയില്ല എന്ന് പറയും. ഇപ്പൊ ഗൾഫിലൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ അറിയുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസില് ഒരാൾ നല്ല കച്ചവടക്കാരനാണ്, മലയാളിയാണ്, മുസ്ലിമായ ഒരു സഹോദരനായിരുന്നു. അദ്ദേഹത്തിന്റെ തന്നെ ഒരു പരിചയക്കാരനായ ഒരു അമുസ്ലിമായ ഒരാൾ, അയാൾ മലയാളി തന്നെ, ഒരു വില്ല കാണിച്ചു കൊടുക്കാനാന്ന് പറഞ്ഞു കൊണ്ടുപോയി ആ വില്ലക്കുള്ളിൽ വെച്ച് അദ്ദേഹത്തെ കൊന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ കാശുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്. ആ കൊല്ലുമ്പോ അവൻ മുസ്ലിം അല്ല, അവൻ ജയിലിൽ കടന്നു. അവൻ മുസ്ലിമായി ഇസ്ലാം സ്വീകരിച്ചു, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങി. പക്ഷേ ഇയാളെ കൊന്നതിന്റെ പേരിൽ ഇവനെ തൂക്കിക്കൊല്ലും എന്നാണ് കോടതിയുടെ വിധി. ഒരുപാട് മാപ്പിരക്കാനുള്ള ഒരുപാട് അപേക്ഷകൾ പല ഭാഗത്തുനിന്ന് വന്നു. മകൻ പറഞ്ഞു, എന്റെ വാപ്പ നിരപരാധിയായ ഒരു പാവം വാപ്പയാണ്. ആ വാപ്പയെ ഒരു കരുണയുമില്ലാതെ ചായ പോലും കുടിക്കാതെ വാപ്പന്ന് പോയത് ആ വില്ല കാണാൻ വേണ്ടി, റെന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. അല്ലൈനിലായിരുന്നു ആ സംഭവം നടന്നത്. ആ മകന് പറ്റുന്നില്ല. അതിൽ ഇടപെട്ട് സംസാരിച്ചു നോക്കി. മകൻ പറഞ്ഞു, ഇതല്ലാത്ത എന്ത് കാര്യങ്ങൾ പറഞ്ഞോളൂ, അത് എനിക്ക് പറ്റുന്നില്ല. എന്റെ വാപ്പയെ കൊന്ന ഒരാള് ഭൂമിക്ക് മുകളിലൂടെ നടക്കാൻ എനിക്ക് പറ്റൂല. അവൻ പുറത്തിറങ്ങുമ്പോ അവൻ ആശ്രയിച്ചു നിൽക്കുന്ന അവന്റെ ഉപ്പയുണ്ട്, അച്ഛനുണ്ട്, പ്രായമായ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് നാട്ടില്. അവൻ ആഗ്രഹമുണ്ട് അവരെ കാണാൻ. അവരും ഖേദമുണ്ട്, ഞാനത് ബുദ്ധിയില്ലാത്ത പ്രായം ഞാനത് ചെയ്തു പോയി. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായി, 10-15 കൊല്ലായി. പക്ഷേ കൊല്ലപ്പെട്ട ആളിന്റെ അനന്തരാവകാശികൾ മാപ്പ് കൊടുക്കണം. അത് ഒരു മകൻ പറയുന്നു, എനിക്കത് ചെയ്യാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യും? അതിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധേയനാവുകയാണ്. ഇത് ഒരു ഹക്കാണ്, ഒരു അവകാശമാണ്. അത് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ അതിലും വലുത് അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനഹു. ഖുർആൻ മുഴുവൻ ഹസനാണ്. ഖുർആനിൽ അഹ്സനുണ്ട്. ഖുർആൻ മുഴുവൻ നല്ലതാണ്, നന്മയാണ്. അതിലെ ഏറ്റവും നന്മ എന്ന് പറയുന്നത് മാപ്പ് ചെയ്തു കൊടുക്കലാണ്, അഫ്വാൻ. അത് ചെയ്യാൻ കഴിയുന്നവർക്ക് അല്ലാഹു തആല വലിയ പ്രതിഫലമാണ് കൊടുക്കുക. പ്രതികാരം എടുക്കുന്നിടത്തൊരു വിഷയമുണ്ട്. ولمن انتصر بعد ظلمه فأولئك ما عليهم من سبيل. ولمن انتصر بعد ظلمه فأولئك ما عليهم من سبيل. ഒരാളോട് അനീതി ചെയ്യപ്പെടുകയും ആ അനീതിക്ക് പകരമായി തിരിച്ചു ഒരാൾ പ്രതികാരം എടുക്കുകയും ചെയ്താൽ ആ മനുഷ്യനെ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നാണ് ഇതിനർത്ഥം. പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കോടതി മുഖാന്തരമാണ് ആ പ്രതികാരമൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നും മനസ്സിലാക്കണം. പിന്നെ അങ്ങനെ ഒരു അവസരം, പ്രതികാരം എടുക്കാനുള്ള അവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിക്ക് കൊടുത്തത് ഇമാം നസായി തങ്ങളും ഇമാം ഇബ്നു മാജ തങ്ങളും അവരുടെ സുനനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം, എന്റെ വീട്ടിലേക്ക് എന്റെ റസൂലിന്റെ മറ്റൊരു ഭാര്യ, അവർക്ക് ചക്കവളത്തിമാരല്ലേ, എന്റെ വീട്ടിലേക്ക് വന്നു. വഹിയ ഗളബ, അവൾ ദേഷ്യം പിടിച്ചിട്ടാണ് വരുന്നത്. എന്റെ വീട്ടിലേക്ക് വന്നു, എന്നെ കുറെ ചീത്ത പറയാൻ തുടങ്ങി, എന്നെ ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ഹസ്ബുക്കി ഹസ്ബുക്കി ഇൻ ഖബിൽതു ലകി ഇബ്നത അബീ ബക്കറിൻ ദിർഅഹ. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ ചീത്ത പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒന്നും പറയാതെ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ പുണ്യ നബി തങ്ങൾ പറഞ്ഞു, ദൂനകി ഫൻതസ്രി. ആയിഷ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തിരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാം, അതായത് ആ പറയുന്നതിന് മറുപടി കൊടുക്കാം. ഫഅഖബൽതു അലൈഹ, ഞാനങ്ങ് അവളുടെ മുമ്പിലേക്ക് ചെന്നു.
അത് സൈനബ് ബീവിയാണോ ഹഫ്സ ബീവിയാണോ എന്ന് ഈ ഹദീസിൽ പറഞ്ഞില്ല. ആയിഷ പറയാ, ഹത്താ റഅയ്തു റീഖഹാ ഖദ് യബിസ്, ഞാൻ മറുപടി പറയാൻ ചെന്നപ്പോ അവളുടെ വായയിലെ ഉമിനീര് വറ്റുന്നത് ഞാൻ കണ്ടു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ. ഈ സംഭവം ഹദീസ് പണ്ഡിതന്മാർ കൊണ്ടുവരുന്നത്, ഒരാളോട് അന്യായമായി ഒരാൾ ദേഷ്യപ്പെടുമ്പോ അല്ലെങ്കിൽ അന്യായമായി പ്രവർത്തിക്കുമ്പോ ആ അന്യായത്തിന് മറുപടി പറയാനുള്ള ഒരു അവകാശം ഏതൊരു മുസ്ലിമായ മനുഷ്യനും ഉണ്ട് എന്നതാണ്. പക്ഷേ പറയുന്നത് ഏറെയാവരുത്. ഇങ്ങോട്ട് ചെയ്തതിന് തത്തുല്യമായത് മാത്രമേ ചെയ്യാൻ. യുദ്ധങ്ങളിൽ പോലും അങ്ങനെയാണെന്നാണ്. ഇങ്ങോട്ട് പരാക്രമം ചെയ്ത് എത്രയാണോ ആ പരിധിയിൽ നിർത്താൻ കഴിയണം. അതിനപ്പുറത്തേക്ക് ചെയ്താൽ പിന്നെ കുറ്റമാവും. അങ്ങനത്തെ നിയമമാണ് ഇസ്ലാമിന്റേത്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, തന്നോട് ദുൽമ ചെയ്ത ആൾക്കെതിരെ ഒരാൾ പ്രാർത്ഥന നടത്തിയാൽ അത് അള്ളാഹുവിനോട് ഈ ഒരു വിഷയത്തിൽ പ്രതികാരമെടുത്തതിന്റെ തുല്യമാണ്. നമുക്ക് ഉപദ്രവം ചെയ്ത ഒരാളിനെതിരെ നമ്മൾ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ നീ വേണ്ടത് കൊടുക്കണമേ എന്ന് ദുആ ചെയ്തു വിചാരിക്കുക. അല്ലെങ്കിൽ അല്ലാഹുമ്മ അലൈക ബി, പടച്ചവനെ ആ മനുഷ്യനെ നീ പിടിക്കണമേ. അല്ലെങ്കിൽ ഹസ്ബി അല്ലാഹു അലൈഹി, ആ മനുഷ്യന്റെ വിഷയത്തിൽ റബ്ബേ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ദുആ ചെയ്താൽ ആ മനുഷ്യനോട് പ്രതികാരമെടുത്തതിന് തുല്യമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ബാബ് ഇന്തിസാരിൽ മദ്ലൂമി അഖ്ദ മാലിഹി വഹഖിഹി മിനൽ ളാലിമി ഇദാ വജദ. ഒരു മനുഷ്യനോട് ഒരാൾ സാമ്പത്തികമായ അനീതി ചെയ്തു. ആ അനീതി ചെയ്ത ആളുടെ പൈസ ഇയാളുടെ കയ്യിൽ കിട്ടുകയും ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു സബ്ജക്ട്, ഒരു ടൈറ്റിൽ ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പറയുന്നത്, ഒരാൾക്കൊരു 10,000 രൂപ കിട്ടാനുണ്ട്. ഒരാൾ തന്നെ അപഹരിച്ചു അല്ലെങ്കിൽ മോഷ്ടിച്ചു അല്ലെങ്കിൽ വഞ്ചിച്ചു എന്ന് വിചാരിക്കാം. ആ 10,000 അയാളുടെ പൈസ കയ്യിൽ വന്നാൽ 10,001 എടുക്കാൻ പാടില്ല, 10,000 എടുക്കാം, അതിലേറെ എടുക്കാൻ പാടുള്ളതല്ല. അതെടുത്തിട്ട് ബാക്കി ആ മുതലാളിക്ക് തിരിച്ചു കൊടുക്കാം, തന്നോട് അതിക്രമം ചെയ്ത ആൾ എന്നല്ലാതെ അതിൽ ഒരൽപ്പം പോലും ഏറെ എടുക്കരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇൻ ആഖബ്തും ഫആഖിബൂ ബിമിത്ലി മാ ഉഖിബ്തും ബിഹി, ഇതാണ് ആയത്തിന്റെ തെളിവ്. ഫഇൻ ആഖബ്തും, നിങ്ങൾ ഒരാൾക്ക് മറുപടി കൊടുക്കുകയാണെങ്കിൽ, പ്രതികാരം ചെയ്യുകയാണെങ്കിൽ, ഫആഖിബൂ ബിമിത്ലി മാ ഉഖിബ്തും ബിഹി, നിങ്ങളോട് എത്രയാണോ ഇങ്ങോട്ട് അനീതി ഉണ്ടായത് അതിന് തത്തുല്യമായത് മാത്രമേ നിങ്ങൾക്ക് അവരോട് പ്രതികാരമെടുക്കാൻ പാടുള്ളതുള്ളൂ. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹി ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ളാലിമീൻ. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ, ഒരു തിന്മ നടന്നാൽ ആ തിന്മക്ക് പകരം തിന്മ തന്നെയാണ് മറുപടി കൊടുക്കുന്നത്. അത് ഒരു മനുഷ്യന്റെ അവകാശമാണ്. പക്ഷേ ഫമൻ അഫാ, അവിടെ ആരെങ്കിലും മാപ്പ് ചെയ്യുകയാണെങ്കിൽ, വഅസ്ലഹ, ആ പ്രശ്നം അവിടെ പരിഹരിക്കുകയുമാണെങ്കിൽ, ഫഅജ്റുഹു അലല്ലാഹ്, അല്ലാഹു വലിയ പ്രതിഫലം അവർക്ക് നൽകും. ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അനീതി ചെയ്യുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും മാപ്പ് ചെയ്യലിനാണ് ശർഅ് പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾ വിട്ടുകളാ, നിങ്ങൾക്ക് കിട്ടേണ്ട പൈസയാണോ അത് നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങിക്കാൻ അവകാശമുണ്ട്. തരാൻ കഴിയുന്ന ഒരാൾ തരാതിരിക്കരുത്. തരാൻ പറ്റില്ല, ഒരാളെ കൊണ്ട് കഴിയില്ല എങ്കിൽ അവർക്ക് സാവകാശം കൊടുക്കണം. ഒന്നുകിൽ അവർക്ക് അത് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കുക, ഇല്ലേ സാവകാശം കൊടുക്കണം. ഒരാൾ എന്ത് ചെയ്യരുത്, അതിന്റെ പേരിൽ ബുദ്ധിമുട്ടാക്കരുത് എന്ന് പോലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടുപേരെ പരസ്പരം ചീത്ത പറയാൻ തുടങ്ങി എന്ന് വിചാരിക്കുക. അൽ മുസ്തബ്ബാനി മാ ഖാല ഫഅലൽ ബാദി മാ ലം യഅ്തദിൽ മദ്ലൂം. ഇത് ഹദീസാണ്. അൽ മുസ്തബ്ബാനി മാ ഖാല ഫഅലൽ ബാദി മാ ലം യഅ്തദിൽ മദ്ലൂം. രണ്ടാളുകൾ തമ്മിൽ പരസ്പരം ചീത്ത പറഞ്ഞാൽ, സബ് ഷതീമത്ത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയാം. ഇന്നിപ്പോൾ വാട്സപ്പിലായിരിക്കും, ഫേസ്ബുക്കിലായിരിക്കും, യൂട്യൂബിലായിരിക്കും, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരാൾക്കൊന്നല്ലല്ലോ, 4,000 ആളുകൾ, 10,000, 1,00,000 ആളുകളൊക്കെ കാണുന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ വക കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് അതിൽ രണ്ടുപേരും ഒരുമിച്ച് ചീത്ത പറയാൻ തുടങ്ങിയാൽ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചീത്തവിളി നടത്തിയാൽ, ഫഅലൽ ബാദി, ആ ചീത്തവിളിയുടെ കുറ്റം തുടങ്ങിയ ആൾക്കാണ് മാലം യഅ്തദിൽ മദ്ലൂം. അവിടെ ആരാണോ ആക്രമിക്കപ്പെട്ട ആള്, അനീതിക്ക് വിധേയനായ ആള്, അയാൾ അതിര് കവിഞ്ഞ് പ്രവർത്തിക്കാത്തിടത്തോളം കാലം ആരാണോ തുടങ്ങിയത് അവനായിരിക്കും കുറ്റം. ആരാ തുടങ്ങിയത്?
ഇങ്ങനെ അക്യൂസേഷൻ, ആരോപണം ആരംഭിച്ചതാരാണോ ആ മനുഷ്യന് മറുപടി മറ്റൊരാൾക്ക് പറയാൻ അവകാശമുണ്ട്. പക്ഷെ മറുപടിന്റെ കൂട്ടത്തിൽ അവനെയും അവന്റെ കുടുംബത്തെയും അവന്റെ ഭാര്യ അവന്റെ മാതാപിതാക്കളൊക്കെ പറഞ്ഞുപോയി, അവിടെ അവന് കുറ്റം വരും. നേരെ മറിച്ച് തന്നെ ആരോപിച്ചതിന് മറുപടി പറഞ്ഞു, കുഴപ്പമില്ല, അതിലേറെ പറഞ്ഞില്ല എങ്കിൽ രണ്ടുപേരുടെയും ആ തർക്കത്തിന്റെ മുഴുവൻ കുറ്റവും തുടങ്ങി വെച്ച ആൾക്കാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സദസ്സിലേക്ക് ബക്കറ്റ് കളക്ഷൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തും എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണേ, നമ്മുടെ ഈ പരിപാടിയെ വിജയിപ്പിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം, അല്ലാഹുമ്മ അൻസുർനി അലൈഹി, പടച്ചവനെ നീ എന്നെ സഹായിക്കണമേ, അല്ലാഹുവേ എന്റെ ഹഖ് അയാൾ എനിക്ക് പിടിച്ചു നൽകണമേ, അങ്ങനെയൊക്കെ പറയാം. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹയുടെ അരികത്ത് ഒരാൾ വന്ന് പരാതി പറയുന്നു, ഫുദൈൽ ഇബ്നു ഇയാദ് എന്നോട് അയാൾ അനീതി ചെയ്തിരിക്കുന്നു എന്ന് പരാതി പറയാം. അപ്പൊ പറഞ്ഞു, യാ അഖി യഫു അൻ, സഹോദര നിങ്ങൾക്ക് മാപ്പ് ചെയ്തു കൊടുത്തൂടെ? അയാൾ പറഞ്ഞു, മാപ്പ് ചെയ്യാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല, അള്ളാഹു എനിക്ക് പ്രതികാരം ചെയ്യാൻ അവകാശം തന്നിട്ടുണ്ടല്ലോ, ഞാൻ പ്രതികാരം ചെയ്യുകയാണ്. അപ്പൊ പറഞ്ഞു, ശരിക്കും പ്രതികാരം കൃത്യമായും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ അത് ചെയ്തോ. പക്ഷേ പല ആളുകൾക്കും അത് കൃത്യമായി ചെയ്യാൻ അറിയില്ല. പ്രതികാരം ചെയ്യുമ്പോൾ ഡബിൾ ആയിട്ടാ ചെയ്യുക, അല്ലെ? ഒരു വാക്ക് പറഞ്ഞ രണ്ടെണ്ണം, ഒന്നിന് 10, ഇങ്ങനെയൊക്കെയാണ് മറുപടി പറയാം. അതൊരിക്കലും നമുക്ക് പാടുള്ളതല്ല. മുഅ്മിനീങ്ങളെ, പെണ്ണുങ്ങളെ, ആണുങ്ങളെ, സഹോദര സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളൊക്കെ ഒലിച്ചു പോകാൻ കാരണമാണിത്. മഹാനായ ഫുദൈൽ എന്നവർ പറഞ്ഞു, ഔസിഹി ഫഖുൽ, ആ മനുഷ്യനോട് നീ നല്ലത് പറ, നല്ലത് ചെന്നിട്ട് നീ എന്ത് ചെയ്യുക, ആ വിഷയം പരിഹരിക്കുക. അങ്ങനെ നിനക്ക് പ്രതികാരം നല്ല നിലക്കെടുക്കാൻ പറ്റുമെടുത്തോ, അതല്ല നീ മാപ്പ് ചെയ്യുകയാണെങ്കിൽ മാപ്പ് ചെയ്തോ. ഫഇന്നൽ അഫ്വ ബാബുൻ വാസിഅ, മാപ്പ് ചെയ്യുക എന്നത് വിശാലമായ ഒരു വാതിലാണ്. ആ വാതിലേക്ക് കടന്നാൽ നിനക്ക് നഷ്ടം വരൂല. മാപ്പ് ചെയ്യലാണ് വേണ്ടത്, അതാണ് ഉത്തമം എന്ന് മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. ഇവിടെ ചില ആളുകൾ മൗനം പാലിക്കും, ചില ആളുകൾ ആക്ഷേപിക്കുമ്പോൾ ചില ആളുകൾ അതിന് മറുപടി പറയൂല. അതൊരു വീക്ക്നെസ് ആണ്, അതൊരു കുറവായിട്ട് ചിലർ മനസ്സിലാക്കാറുണ്ട്. അയാൾ മറുപടി പറയാൻ അറിയില്ല അങ്ങനെ വിചാരിക്കപ്പോ, അല്ലെങ്കിൽ അയാൾക്ക് മറുപടി ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ശരിക്കും അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. മറുപടി പറയാൻ കഴിയുന്നവരാണ്. മറുപടി പറയാതിരിക്കുന്നത് ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ക്ഷമയുടെ അടയാളമാണ്. ഫോർബെയറൻസ് ഏറ്റവും വലിയ സഹിഷ്ണുതയുടെ അടയാളമാണ്. അത് ഏറ്റവും വലിയ വിജയമാണ്. കാരണം ഒരാളും മാപ്പ് ചെയ്തതിന്റെ പേരിൽ ആർക്കും സങ്കടപ്പെടേണ്ടി വന്നിട്ടില്ല. നമ്മൾ പറഞ്ഞതിന്റെ പേരിലേ ഖേദിക്കേണ്ടി വന്നിട്ടുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരിക്കുമ്പോൾ അന്ന റജുലൻ ശതമ അബൂബക്കറിൻ വന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസ്, നിബിതങ്ങൾ ഇരിക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വന്ന് ഒരാൾ ചീത്ത പറയുന്നു. ഹദീസ് ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ ഉദ്ധരിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് സ്വഹാബി റിപ്പോർട്ട് ചെയ്യുന്നത്. സിദ്ദീഖ് തങ്ങളെ ചീത്ത പറഞ്ഞു നിബിതങ്ങളുടെ ഹദ്റത്തിൽ. പിന്നുണ്ടോ ബാക്കിയുള്ള മനുഷ്യന്മാരൊക്കെ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയുന്നത് ആരുടെ മുമ്പിൽ വെച്ച്? ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചീത്ത വിളിച്ചപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർക്ക് മറുപടി കൊടുത്തില്ല. തീരെ മറുപടി പറയാതിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഇരിക്കുന്നു. യഅജബു വയതബസ്സമു, പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് നബി തങ്ങൾ ഇരിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നില്ല, നബി തങ്ങളും മറുപടി പറയുന്നില്ല. فلما أكثر رد عليه أبو بكر بعد قوله അയാൾ കുറേ ചീത്ത പറയാൻ തുടങ്ങിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ചവർക്ക് മറുപടി കൊടുത്തു ആ മനുഷ്യനെ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നത്. സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ എഴുന്നേറ്റ് പോയി അവിടുന്ന്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നാലെ ചെന്നു. യാ റസൂലല്ലാഹി കാന യശ്തുമുനി വഅൻത ജാലിസ്, അയാൾ എന്നെ ചീത്ത വിളിക്കുമ്പോൾ അങ്ങ് എന്റെ മുമ്പിൽ ഇരിക്കുന്നുവല്ലോ പുഞ്ചിരിച്ചുകൊണ്ട്. എന്നാൽ ഞാൻ മറുപടി പറയാൻ തുടങ്ങിയപ്പോ ഗളിബ്ത വഖുംത, അങ്ങ് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോയല്ലോ നബിയെ, എന്താണ് സംഭവിച്ചത് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിനോട് ചോദിച്ചു. അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി വരുന്നു, ഇന്നഹു കാന മഅക മലകുൻ യറുദ്ദു അൻക. സിദ്ദീഖേ, അയാൾ നിങ്ങളെ ചീത്ത പറയുമ്പോ, നിങ്ങൾ ആക്ഷേപിക്കുമ്പോ നിങ്ങൾ മൗനം പാലിച്ച് മറുപടി കൊടുത്തപ്പോ, മറുപടി നൽകിയപ്പോൾ അല്ലാഹുവിന്റെ ഒരു മലക്ക് നിങ്ങൾക്ക് വേണ്ടി മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഫലമ്മാ റദത് അലൈഹി, നിങ്ങൾ മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ പിശാച് അവിടെ ഇറങ്ങി വന്നു. പിശാചിന്റെ കൂടെ ഇരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, യാ അബാ ബക്രിൻ, അബൂബക്കറേ, തലാസുൻ കുല്ലുഹുന്ന ഹഖ്,
മൂന്ന് യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? മൂന്ന് കാര്യങ്ങൾ പരമസത്യമാണ്. മാ മിൻ അബ്ദിൻ ളുലിമ ബിമദ്ലമത്തിൻ ഫഅഖ്ളാ അൻഹാ ലില്ലാഹി ഇല്ലാ അസ്സഹു അല്ലാഹു ബിഹാ വനസറ. ഏതെങ്കിലും ഒരാളോട്, ഒരാണിനോടോ ഒരു പെണ്ണിനോടോ, ആരെങ്കിലും ഒരു വിദ്യാർത്ഥിയോടോ ഒരു വിദ്യാർത്ഥിനിയോടോ, ഒരു മുസ്ലിമായ ആണിനോടോ പെണ്ണിനോടോ, അവന്റെ പരിചയക്കാരിൽ, കൂട്ടുകാരിൽ, നാട്ടുകാരിൽ, മനുഷ്യരിൽ ആരെങ്കിലും ഒരാൾ അനീതി ചെയ്യുകയും ആ അനീതിക്ക് പകരം ചെയ്യാതിരിക്കുകയും ചെയ്താൽ ഇല്ലാ അസ്സഹുല്ലാഹു ബിഹാ വനസറ, അതിന് പകരം അല്ലാഹു അവർക്ക് ഇസ്സത്ത് കൊടുക്കും, അല്ലാഹു അവരെ സഹായിക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ ഫതഹ റജുലുൻ ബാബ അത്വിയത്തിൻ യുരീദു ബിഹാ സിലതൻ ഇല്ലാ സാദഹുല്ലാഹു ബിഹാ കസറ. ഏതെങ്കിലും ഒരാൾ ബന്ധുവീട്ടിലേക്ക് പോകുമ്പോ ഒരു നല്ല സാധനം, ഒരു ദാനം, ഒരു സമ്മാനം വാങ്ങിച്ച് വീട്ടിലേക്ക് പോയാൽ, നമ്മളൊക്കെ ഒരു വീട് സന്ദർശിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ആ ഒരു ചെറിയ ലീവിൽ വരുമ്പോ ബന്ധുവീട്ടിലേക്കൊക്കെ എന്തെങ്കിലും വല്ല ബേക്കറി സാധനങ്ങളോ, എന്തെങ്കിലും ഒരു ഭക്ഷണമോ, കുട്ടികളുടെ മിഠായിയോ സ്വീറ്റ്സോ എന്തെങ്കിലും വാങ്ങാതെ പോകാറില്ലല്ലോ. അതുപോലും ഹദീസിൽ വന്ന വിഷയമാണ്. നിങ്ങളത് ചെയ്യുമ്പോ സുലച്ചൻ, നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് നമ്മുടെ മേന്മയാവരുത്. ഇപ്പൊ മിഠായി കൊടുക്കുന്ന പരിപാടിയൊക്കെ കാണാം കല്യാണത്തിനൊക്കെ. ഒരു ലോറിക്കുള്ള ചോക്ലേറ്റ് കൊണ്ടോ ഇതൊക്കെ തിന്നാ നാട്ടുകാർക്ക് മൊത്തം ഷുഗർ വരും. പിന്നെ വീട്ടുകാരുടെ കാര്യം, ആരെയും തീറ്റിക്കാനല്ല ഇത്. ഇതിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇരുത്തിട്ട് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനാണ്. അങ്ങനെ കൊട്ടക്കണക്കിന് സ്വീറ്റുകൾ നമ്മുടെ പെണ്ണുങ്ങൾ കോലം കെട്ടിയിട്ട് അങ്ങനെ പോകുന്ന പോക്ക് എന്തൊരു ധൂർത്താണിതൊക്കെ, എന്തൊരു ധൂർത്താണിതൊക്കെ. കുട്ടികൾക്ക് തിന്നാനല്ലേ ഈ ചോക്ലേറ്റ് ഒക്കെ പറ്റുള്ളൂ, മുതിർന്ന ആൾക്ക് കഴിക്കാൻ പറ്റുമോ? എത്ര ഷുഗർ ആണതൊക്കെ, എത്ര ഷുഗർ കണ്ടന്റ് ആണ് ഒരു ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ. വലിയവരൊക്കെ ഒന്ന് തിന്നാൽ മതി, ഷുഗറായി അടിച്ച പീസായി പോകും. അങ്ങനത്തെ കൊട്ടകളാ കൊണ്ടുപോയി കൊടുക്കുന്നത്. ആർക്ക്? നാട്ടുകാരെ കാണിക്കാൻ. നല്ല തിന്നാനല്ല ഇത്. അത് ആവശ്യം കഴിഞ്ഞാൽ അപ്പൊ തന്നെ മെൽറ്റായി പോകും ചിലപ്പോ. ഇതൊക്കെ ഇവിടെ ഏത് ഫ്രിഡ്ജിലെ കയറ്റി വെക്കുക? അപ്പൊ നാട്ടുകാരെ ഞെട്ടിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി. അതൊന്നും കുടുംബബന്ധം ചേർത്താനോ സ്നേഹം ചേർത്താനോ അല്ലാതെ എന്ന് അതിന്റെ ചേലിലും കോലത്തിലും അറിയാം. ഫുൾ വേസ്റ്റ്. അത് മുഴുവൻ നന്മ നഷ്ടപ്പെട്ട പ്രതിഫലമില്ലാത്ത ഒരു ചടങ്ങായിട്ട് മാറാൻ. അങ്ങനെയൊന്നും ചെയ്യണ്ട. മീനിങ് ഫുൾ ആയ കാര്യം ചെയ്താൽ മതി. പൊങ്ങച്ചത്തിന് വേണ്ടി ചെയ്യല്ലേ. കാര്യം നടക്കണം, അത് ഭംഗിയായിട്ട് നടത്തിക്കോളൂ. അതിനൊന്നും കുഴപ്പമില്ല. ധൂർത്ത് ചെയ്യരുത്. ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോ ഏതെങ്കിലും ഒരാൾ ഒരു ദാനമോ ഒരു സമ്മാനമോ ഒരാൾ കയ്യിൽ വെച്ച് കൊണ്ടുപോയി ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്താണ് അയാളുടെ നിയ്യത്ത്? യുരീദു ബിഹാ സിലതൻ, എന്റെ കുടുംബ ബന്ധം ചേർത്തലാണ് എന്റെ ഉദ്ദേശം. ആ കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഒരു കുഞ്ഞ് പ്രസവിച്ചു, ആ കുഞ്ഞിന് എന്തെങ്കിലും ഒരു സ്വർണം, ഒരു വെള്ളി ആഭരണം, ഒരു സ്വർണ്ണ ആഭരണം, അത് ചെറുതോ വലുതോ, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേണ്ട ഡയാപ്പർ, എന്തെങ്കിലും ക്രീമുകളോ എന്തെങ്കിലും നമ്മൾ ആ കുട്ടിക്ക് വേണ്ടി കൊണ്ടുപോയി കൊടുക്കുകയാണ്. അതും ഇല്ല നാം കൊണ്ടുപോയി കൊടുക്കുമ്പോ നീയത്ത്, ഞാൻ കൊണ്ടുവന്ന മോതിരം അവളുടേതിനും വലുതാ, ഞാൻ കൊണ്ടുപോയി കൊടുത്തത് ഇത്ര ഗ്രാമുണ്ട്, എന്റേത് ഇത്ര ഭംഗിയുണ്ട് എന്ന് പറഞ്ഞ് മേന്മ പറയാൻ ആവരുതേ. കുടുംബ ബന്ധം ചേർത്തലാവണം ലക്ഷ്യം. അങ്ങനെ കുടുംബ ബന്ധം ചേർത്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അല്ലാഹു തആല അവർക്ക് അതുകൊണ്ട് വർധനവ് നൽകും. സമ്പത്തിൽ അല്ലാഹു വർധനവ് കൊടുക്കും. ആ കാശ് നഷ്ടമാവില്ല, അല്ലാത്തതൊക്കെ നഷ്ടമാണ്. പിന്നെ പറഞ്ഞു ഏതെങ്കിലും ഒരാൾ യാചനയുടെ വാതിൽ തുറന്നു വെച്ചാൽ, ആളുകളോട് പൈസ ചോദിക്കുക, ആളുകളോട് യാചന ചെയ്യാൻ, വെറുതെ വാങ്ങിക്കുക. ചില ആളുകൾ അത് ചെയ്യുന്നത് എല്ലാ മനുഷ്യന്മാരോടും ചോദിക്കും, എല്ലാ ആളുകളോടും പറയുന്നുണ്ടാകും തന്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ. നമ്മൾ വിചാരിക്കും ഒരാളോടെ പറയുന്നുണ്ടാവുള്ളൂ, കാണുന്നുണ്ടാവും. എന്താ കിട്ടുന്നത് പോരട്ടെ, ഇതായിരിക്കും ലക്ഷ്യം. ഇങ്ങനെ ദാരിദ്ര്യം പറയുന്ന ആളുകൾ മരണം വരെ ദാരിദ്ര്യം പറയേണ്ടി വരും. എന്താ കാരണം എന്നറിയോ? ഇല്ലാ സാദഹുല്ലാഹു ബിഹാ ഖില്ലതൻ. ദാരിദ്ര്യമാണ് അല്ലാഹു നൽകുന്നത്. അവർക്ക് കുറവേ സംഭവിക്കുകയുള്ളൂ. ശരീരത്തിൽ അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കും, സമ്പത്ത് കുറഞ്ഞുകൊണ്ടേ വരും. യാചനശീലമാക്കുന്ന ആളുകൾ ഇല്ലായ്മയും വല്ലായ്മയും ജനങ്ങളോട് പറഞ്ഞ് അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു സമ്പത്തിൽ കുറവാണ് വരുത്തുന്നത്. അബൂബക്കറേ, 3 കാര്യങ്ങൾ ആ മഹാനവറുകളെ ചീത്ത വിളിച്ച സമയത്ത് മൗനം പാലിച്ചിരുന്നപ്പോ സന്തുഷ്ടരായി പുഞ്ചിരിക്കുകയായിരുന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആക്ഷേപിക്കുന്ന ആ മനുഷ്യന്റെ ചില വാക്കുകൾക്ക്, ചില സ്റ്റേറ്റ്മെന്റുകൾക്ക് മറുപടി പറയാൻ തുനിഞ്ഞപ്പോ ഹബീബായ നബി ഞങ്ങൾ ദേഷ്യം പിടിച്ച് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു. പിന്നാലെ നബിയോട് ചെന്ന് ചോദിക്കുന്നു, എന്തേ നബിയെ പോകാൻ കാരണം? തങ്ങൾ കൊടുത്ത മറുപടി എന്താണ്? സിദ്ദീഖേ, നിങ്ങൾ മൗനം പാലിച്ചിരിക്കുന്ന സമയം
സമയം അത്രയും അള്ളാഹുവിന്റെ മലക്ക് നിങ്ങൾക്ക് വേണ്ടി അവിടെ പ്രതിരോധം തീർക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ മറുപടി കൊടുക്കാൻ നിന്നപ്പോൾ അവിടെ പിശാച് ഇറങ്ങി വന്നു. പിശാച് ഇറങ്ങുന്നിടത്ത് ഞാൻ നിൽക്കില്ലല്ലോ. മാ കുൻതു ലിഅഖുദ മഅശ്ശൈത്വാൻ ഫലം അകുൽ ലിഅഖുദ മഅശ്ശൈത്വാൻ. പിശാചിന്റെ കൂടെ ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ നബി തങ്ങൾ എഴുന്നേറ്റ് നടക്കുകയാണ്. എന്നിട്ട് പഠിപ്പിച്ചു കൊടുത്ത 3 കാര്യം, യാ അബൂബക്കറിൻ സലാസുൻ കുല്ലുഹുന്ന ഹഖ്ഖുൻ. 3 കാര്യങ്ങൾ 3ഉം സത്യമാണ്, ധർമ്മമാണ്, അത് യാഥാർത്ഥ്യമാണ്. ഒന്ന്, ഏതെങ്കിലും ഒരാൾ തന്നോട് അതിക്രമം ചെയ്യപ്പെടുകയും അനീതി ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ, നമ്മളെ പറ്റിയൊരു കുറ്റം ഒരാൾ പറഞ്ഞു നടന്നാൽ അത് ഭയങ്കര വേദന ഉണ്ടാവും. ആ പറഞ്ഞ ആളെ നമ്മൾ കാണുമ്പോഴെങ്കിലും എന്തെങ്കിലും പറയണ്ടേന്നൊക്കെ തോന്നിപ്പോകും. ചെയ്യരുത്. മാരണം ചെയ്യുന്ന ആളുകൾ, സിഹർ ചെയ്യുന്ന ആളുകൾ, അത്തരം സ്ഥലത്ത് വണ്ടി കയറി പോകുന്നതൊക്കെ സ്ഥിരം കാണുന്നവരുണ്ടാവും. അതിൽ പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്. പെണ്ണുങ്ങളെ കുറച്ച് കൂടുതൽ. സിഹർ ചെയ്യുക, മാരണം ചെയ്യുക. എന്തിനാണത്? ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ, ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ, ഒരു മനുഷ്യൻ നശിച്ചു പോകണമെന്ന് ഉദ്ദേശിച്ചിട്ട്. അക്ബറുൽ കബായിർ, വൻപാപങ്ങൾ എന്ന പ്രശ്നമാണ്. ആ വൻപാപങ്ങളിൽ പെട്ട വൻപാപമാണ് അസ്സിഹ്റു, മാരണം ചെയ്യിപ്പിക്കുന്നത് എന്ന്, ചെയ്യുന്നത് എന്ന്, അതിനുവേണ്ടി കാശ് ചെലവാക്കുന്നതെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ഇമാമികളൊക്കെ അവര് ഇസ്ലാമിന്റെ ദാഹിറയിൽ നിന്ന് വരെ പുറത്തു പോകുമോ എന്ന് പേടിച്ചിട്ടുണ്ട് സിഹർ ചെയ്യുന്ന ആളുകൾ. കാരണം അവർ പിശാചിന്റെ സഹായമാണ് തേടുന്നത്, അല്ലേ? ഉപദ്രവിക്കാൻ ഉപയോഗിക്കുന്നൊക്കെ പിശാചിന്റെ സഹായമാണ്. പിശാചിനെ സേവിക്കുന്ന ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. പിശാചിനെ പ്രീണിപ്പിക്കുമ്പോഴേ പിശാച് ആ മനുഷ്യന്റെയോ ആണിന്റെയോ പെണ്ണിന്റെയോ ദേഹത്തെ കയറി ഉപദ്രവിക്കാൻ നിൽക്കുള്ളൂ. ഇത് ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും കടുത്ത ശിക്ഷയുള്ള കുറ്റമാണ്. ഇവിടുന്ന് പറഞ്ഞുതരാനേ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ സ്വീകരിക്കാം. കടുത്ത പാപമാണ്, ഒരാളും ചെയ്യാൻ പാടുള്ളതല്ല. ചെയ്തു പോയ പാപങ്ങൾ നിങ്ങൾ അവരോട് ചെന്ന് കാലിക്ക വീണ് മാപ്പ് ചോദിച്ച് പൊറുക്കൽ ചോദിക്കണം. ഒരു കുടുംബം നശിച്ചു കാണും അതിന്റെ പേരിൽ, ഒരാളുടെ ജോലി നഷ്ടപ്പെട്ട് കാണും, ഒരാളുടെ ബിസിനസ് തകർന്നു കാണും, ചില ആളുകൾ നിത്യരോഗികളായി മാറിയിട്ടുണ്ടാകും. പിശാചിന്റെ ഉപദ്രവം കൊണ്ട് ചെയ്യുന്ന ഉപദ്രവം കൊണ്ട് രോഗം വരെ വരാറുണ്ട്. അത് ചികിത്സിക്കുന്ന ആളുകൾ പറയും ചില ക്യാൻസർ പോലും സിഹർ കൊണ്ട് വരുന്നുണ്ടെന്നാണ്. ഇതൊക്കെ ചെയ്യുന്നവർ എത്ര മോശപ്പെട്ട മലിനമായ ഹൃദയമാണ്. ഇതൊക്കെ ഒരു മുസ്ലിമിന് ചെയ്യാൻ പറ്റുമോ? അള്ളാഹുവിന്റെയും മുഹമ്മദ് നബി തങ്ങളുടെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേൾക്കുമ്പോൾ ആദരവോ സ്നേഹമോ ബഹുമാനമോ കൽബിലുള്ള ഒരാൾക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു? കടുത്ത പാതകമാണ്, കടുത്ത പാതകമാണ്. ചെയ്യരുതേ. ആരും അതിന് കൂട്ടു നിൽക്കരുത്. ചെയ്തു പോയ തെറ്റുകൾക്ക് ശരിക്കും മാപ്പ് പറഞ്ഞോളൂ. നാളെ പരലോകത്ത് മാപ്പ് ചെയ്യാൻ കഴിയില്ല, നാളെ പരലോകത്ത് മാപ്പ് പറയാനും കഴിയൂല. അവിടെ അതിന്റെ സമയമല്ല, അത് ഇവിടുന്ന് നടക്കണം, ദുനിയാവിൽ നടക്കണം. അള്ളാഹു ബോധം നൽകട്ടെ, അള്ളാഹു ബോധം നൽകട്ടെ. അങ്ങനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ചിലപ്പോൾ അറിയും അത് ഇന്ന ആളാ ചെയ്തത് എന്ന്. ചില ആളുകൾക്ക് സ്വപ്ന ദർശനം ഉണ്ടാവും. ചില ആളുകൾക്ക് അള്ളാഹു തല സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുക്കും എവിടെയാണ് അവർ കുഴിച്ചിട്ടത്, എവിടെയാണ് അവർ ചെയ്തത് എന്ന്. അവർക്കറിയാൻ പറ്റും ആരായി ചെയ്തത്. പക്ഷേ നേരിട്ട് കാണുന്ന സമയത്ത് ഒരു വാക്ക് പോലും അവരോട് പറയാതെ ആ സിഹർ ബാത്തിലാക്കും. അപ്പൊ കൊണ്ടുപോയിട്ട് വേറൊന്ന് കൊണ്ടു നോക്കും, അത് ബാത്തിലാക്കും. അത് ചെയ്യുമ്പോൾ വേറൊന്ന് കൊണ്ടുപോയി വെക്കും. ഇതൊക്കെ വെക്കുമ്പോഴും നിങ്ങളാണിത് ചെയ്യുന്നത് എന്ന് സ്വന്തം കുടുംബത്തിലെ, സ്വന്തം അയൽപക്കത്ത്, സ്വന്തം അറിയുന്ന ആളുകൾ ഇത് ചെയ്യുമ്പോ നിങ്ങളല്ലേ ഇത് ചെയ്തത്, നിങ്ങളല്ലേ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പോലും ഒരു വാക്കവരോട് പറയാതെ ആ ദുൽമ സഹിച്ച് ജീവിക്കുന്ന എത്രയോ നല്ല മനുഷ്യന്മാരുണ്ട്. അതവരുടെ ന്യൂനതയല്ല, അവരുടെ ശക്തിയാണത്. അതവരുടെ കുറവല്ല, അവരുടെ പരിപൂർണതയാണത്. അത് അവരുടെ ദൗർബല്യമല്ല, അത് അവരുടെ കരുത്താണ് എന്ന് മനസ്സിലാക്കണം. മഹാനായ നബി തങ്ങൾ പറയുന്നു, ഇല്ലാ അസ്സഹുല്ലാഹു ബിഹാ വനസ്വറ. ആ മനുഷ്യൻ അല്ലാഹു ഇസ്സത്ത് കൊടുക്കും, ആ മനുഷ്യൻ അല്ലാഹു സഹായം ചെയ്യും. ഇത് അബൂബക്കറേ യാഥാർത്ഥ്യമാണ്, ഹഖാൻ. ഒരു മനുഷ്യനോട് ഉപദ്രവം ചെയ്യപ്പെട്ട് ആ ഉപദ്രവം ഒരാൾ സഹിച്ചു കഴിഞ്ഞാൽ അതിന് പകരം അല്ലാഹു ഇസ്സത്ത് കൊടുക്കും. പിന്നെ പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒരാളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് ദാനം, ഒരു ദാനം, ഒരു സമ്മാനം, ഒരു പൊതി, ഏതെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം, അത് നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോ അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് എന്റെ കുടുംബ ബന്ധമല്ലേ, എന്റെ ബന്ധുവല്ലേ, എന്റെ സുഹൃത്തല്ലേ, എന്റെ വീട്ടുകാരല്ലേ, ചോരബന്ധമല്ലേ, ആ സ്നേഹം നിലനിൽക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതെങ്കിൽ അബൂബക്കറെ ഒരു യാഥാർത്ഥ്യം പറഞ്ഞു തരട്ടെ, ഇല്ലാ സാദഹുല്ലാഹു ബിഹാ കസറ. അവരുടെ സമ്പത്തിൽ അല്ലാഹു വർധനവ് നൽകും. മൂന്നാമത്തേത്, വമാ ഫതഹ റജുലുൻ ബാബ മസ്അലത്തിൻ യുരീദു ബിഹാ കസറതൻ. ദാരിദ്ര്യം പറഞ്ഞ് യാചന ചെയ്യുന്ന ആളുകൾ, ആ യാചന കാരണം ഇല്ലാ സാദഹുല്ലാഹു ബിഹാ ഖില്ല, അവർക്ക് അല്ലാഹു സമ്പത്ത് കുറച്ചു കൊടുത്തുകൊണ്ട് പരീക്ഷിക്കും. അബൂബക്കറെ ഇത് സത്യമാണ്, ഇത് സത്യമാണ്, ഇത് ഹഖാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പെരുമാറിയത് നമുക്കൊക്കെ വലിയൊരു മാതൃകയാണ്. അതുകൊണ്ട് എല്ലാ തിന്മകൾക്കും വായട
വായടപ്പൻ മറുപടി പറയണ്ട. ചില ബ്ലോഗർമാർ, ചില വ്ളോഗേഴ്സ്, ചില യൂട്യൂബർമാര്, ചില ടിക്ടോക്ക് ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഭയങ്കര വിമർശനങ്ങൾ ചില ആളുകൾ പറയും. കടുത്ത വിമർശനങ്ങൾ, പച്ചയായ വിമർശനങ്ങൾ ചെയ്യും. ആ വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ദിവസം മുതൽ അയാളുടെ ഫോളോവേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? കുറ്റം പറിച്ചു പോകും. അതുവരെ കൂടെ നിന്ന ആളുകളൊക്കെ ഒരു വിമർശനത്തിന് മോശപ്പെട്ട മറുപടി പറയാൻ നിൽക്കുമ്പോൾ ആ മനുഷ്യനോടുള്ള മതിപ്പും സ്നേഹവും നഷ്ടപ്പെടുകയാണ്. കാരണം വിമർശനങ്ങളില്ലാത്ത ഒരു പൊതുജീവിതം ഒരു മനുഷ്യനുണ്ടാവില്ല. നിങ്ങൾ മഹലിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണോ? നിങ്ങൾ ഒരു നാടിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇറങ്ങുന്ന ആളാണോ? നിങ്ങൾ ദീനിന്റെ പൊതുപ്രവർത്തനം ഇറങ്ങുന്ന ആളാണോ? നിങ്ങൾ ചെയ്യുന്നത് നന്മയാണെങ്കിൽ കണ്ണുഞ്ഞുമി മുന്നോട്ട് പോവുക. നിങ്ങൾ ചെയ്യുന്നത് നന്മയാണെങ്കിൽ ആരുടെയും കയ്യടി പ്രതീക്ഷിക്കരുത്, ആരുടെയും വിമർശനങ്ങൾക്ക് തളരുകയും ചെയ്യരുത്. അതാണ് ഇഖ്ലാസിന്റെ അടയാളം. അല്ലാത്തതൊക്കെ നാലാളെ കൂക്കി വിളിച്ച് അവിടെ നിർത്തിപ്പോകും. നമ്മൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നമ്മൾ സങ്കടപ്പെടണം. വിമർശനങ്ങളെ നമ്മൾ ശരിക്കും സ്വീകരിക്കണം. ആ വിമർശനങ്ങളിൽ തിരുത്തുണ്ടാവണം. നേരെ മറിച്ച് നന്മയും സത്യവും അറിയാത്ത ആളുകൾ അവരെങ്ങനെ വിമർശിച്ചുകൊണ്ട് അവരുടെ കയ്യിലുള്ളത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. അവരത് വെച്ച് ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഓരോ കാര്യങ്ങളും ഫോട്ടോ എടുത്തിട്ട് കണ്ടില്ല ഇങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ പറഞ്ഞ് അഹ്ലുസുന്ന വൽ ജമാഅത്തിനെയും അതിന്റെ അഖീദയെയും അതിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ വിമർശിക്കുന്ന ആളുകളുണ്ട്. അതവരങ്ങ് ചെയ്തോട്ടെ, അത് അവരുടെ ഒരു പണിയല്ലേ. അതിന് വിമർശനത്തിന് മറുപടി കൊടുക്കരുത്. അന്യായമായ വിമർശനങ്ങൾ മറുപടി അർഹിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നിടത്താണ് നമ്മുടെ ഈമാനും ഇഖ്ലാസും പരിശോധിക്കപ്പെടുന്നത്. അള്ളാഹു നമുക്ക് നന്മ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നന്മ അള്ളാഹുവിന് വേണ്ടിയാണ്. നമ്മൾ തെറ്റ് ചെയ്യുന്നുവെങ്കിൽ തെറ്റുകൾ നമ്മൾ തിരുത്തണം. അള്ളാഹു തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു വലിയ നിർദ്ദേശം വെക്കുകയാണ്. മദീനക്ക് ചുറ്റും കൃഷിയിടങ്ങൾ ഉണ്ടായിരുന്നു. മദീനക്ക് ചുറ്റും വലിയ ഒരു പ്രൊട്ടക്റ്റഡ് സാങ്ച്വറി മഹാനവറുകൾ നിർമ്മിക്കുകയുണ്ടായി. എന്തിനെന്നറിയോ? പാവപ്പെട്ട ആളുകളുടെ ആടുകളും അവരുടെ ഒട്ടകങ്ങളും മേയ്ക്കാനും, പിന്നെ സകാത്തായി ലഭിക്കുന്ന ഒട്ടകങ്ങളും സകാത്തിന്റെ ആടോ പശുക്കളോ ഒട്ടകങ്ങളോ ഉണ്ടെങ്കിൽ അവയെ മേയ്ക്കാനും മാത്രമായി ഒരു മഹ്മിയ, ഒരു പ്രൊട്ടക്റ്റഡ് സാങ്ച്വറി, ഒരു വലയം ചെയ്യപ്പെട്ട പ്രത്യേക ഏരിയ, പെർമിഷൻ ഇല്ലാതെ അതിലേക്ക് കടക്കാൻ പാടില്ല എന്നർത്ഥം. അതിനാണ് മഹ്മിയ എന്ന് പറയാ. ഒരു സാങ്ച്വറി, ഒരു പ്രൊട്ടക്റ്റഡ് സാങ്ച്വറി. ഹറമിന് അങ്ങനെ പറയാ. അതൊരു സുരക്ഷിത മേഖലയാണ്. അങ്ങനെ ഒരു സ്ഥലം മദീനയിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തയ്യാർ ചെയ്തു ഉമർ തങ്ങളുടെ ഭരണകാലത്ത്. എന്നിട്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്തഅമല മൗലൻ യുദ്ആ ലഹു ഹൈന. ഹൈൻ എന്ന് പറയുന്ന ഹനീ എന്ന് പറയുന്ന ഒരു അടിമയെ, ആ ഒരു ഏരിയ കൃഷിയുടെ പുല്ല് മേയുന്ന സ്ഥലമാണ്. ആ പുൽമേട, പുല്ലുകൾ തിന്നാൻ കിട്ടുന്ന, കന്നുകാലികൾക്ക് തിന്നാൻ കിട്ടുന്ന ചെടികളുള്ള